രാജ്യതലസ്ഥാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെയും AAPയെയും രൂക്ഷമായി വിമർശിച്ച കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്ക് മറുപടിയുമായി അരവിന്ദ് കെജ്രിവാൾ എത്തി. അമിത്ഷാ തന്നെ ചീത്ത വിളിച്ചതുകൊണ്ട് ഡൽഹി വികസിക്കുമോ എന്നായിരുന്നു കെജ്രിവാളിന്റെ ചോദ്യം. BJPക്ക് കൃത്യമായ ഒരു പദ്ധതിയും തിരഞ്ഞെടുപ്പിനായി ഇല്ലെന്ന് പറഞ്ഞ AAP കൺവീനർ അവർ കീഴടങ്ങിയെന്നും ചൂണ്ടിക്കാട്ടി. ഇന്ന് അമിത്ഷാ ഡൽഹിയിൽ വന്ന് എന്നെ കുറെ അധിക്ഷേപിച്ചു പോയി. എന്നെ അധിക്ഷേപിച്ചാൽ ഡൽഹി വികസിക്കുമോ? അവർക്ക് ഡൽഹിയെക്കുറിച്ച് ഒരു പദ്ധതിയോ കാഴ്ചപ്പാടോ ഇല്ല. ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ നൽകുന്ന സൗകര്യങ്ങൾ എന്തുകൊണ്ട് ആവർത്തിച്ചുകൂടാ? BJP കീഴടങ്ങിയെന്ന് ഉറപ്പാണ്. BJPയുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുവെന്നാണ് കെജ്രിവാൾ ഷായ്ക്ക് മറുപടി നൽകിയത്. നേരത്തെ BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കുന്ന വേളയിലും പിന്നീട് തലസ്ഥാനത്തെ രജൌരി ഗാർഡനിൽ നടന്ന റാലിയിലും തുടർച്ചയായി AAP അധ്യക്ഷനെ ലക്ഷ്യമിട്ട് അമിത്ഷാ നടത്തിയ ഇരട്ട പ്രഹരത്തിന് മറുപടിയായാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഈ പ്രതികരണം. നേരത്തെയും തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഇരുവരും വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടിയിരുന്നു. മുൻപൊരിക്കലും തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇങ്ങനെ നുണ പറയുന്നൊരു വ്യക്തിയെ താൻ കണ്ടിട്ടില്ലെന്നായിരുന്നു അമിത്ഷായുടെ ആരോപണം. 2014 മുതൽ നരേന്ദ്രമോദിജി ഈ രാജ്യത്ത് പ്രകടനത്തിന്റെ രാഷ്ട്രീയം സ്ഥാപിച്ചു. അതിനുശേഷം എല്ലാ തിരഞ്ഞെടുപ്പുകളിലും BJP അവരുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ശ്രമിച്ചു. ഇതിനായി ഞങ്ങൾ വിവിധ ആളുകളിൽ നിന്ന് നിർദ്ദേശങ്ങൾ തേടിയിട്ടുണ്ടെന്നും അമിത്ഷാ പറഞ്ഞിരുന്നു. വാഗ്ദാനങ്ങൾ നൽകുകയും അത് പാലിക്കാതിരിക്കുകയും പൊതുജനങ്ങൾക്ക് മുന്നിൽ വ്യാജമുഖങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് കെജ്രിവാൾ ഡൽഹിയിൽ നടത്തിയത്. എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്രയും നുണ പറയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. BJP പ്രകടന പത്രികയായി സങ്കല്പപത്ര പുറത്തിറക്കുന്ന വേളയിൽ അമിത്ഷാ പറഞ്ഞ വാക്കുകളാണിത്. ഇതിനുശേഷവും അരവിന്ദ് കെജ്രിവാളിനെ തന്നെയാണ് അമിത്ഷാ ലക്ഷ്യമിട്ടത്. ഡൽഹിയിലെ ദരിദ്രർക്കായി നിലവിലുള്ള ഒരു ക്ഷേമ പദ്ധതിയും നിർത്തലാക്കില്ലെന്ന് പ്രധാനമന്ത്രി മോദി തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ അരവിന്ദ് കെജ്രിവാൾ നുണകൾ പ്രചരിപ്പിക്കുകയാണ്. അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനായുള്ള ഒരു പദ്ധതിയും BJP നിർത്തലാക്കില്ലെന്ന് ഞാൻ വീണ്ടും പറയുന്നുവെന്ന് അമിത്ഷാ ആവർത്തിച്ചു. ഡൽഹിയിൽ കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് കാലത്തെ അധികാര വരൾച്ച അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് BJP. 3 തവണയായി കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരത്തിലെത്തിയിട്ടും മൂക്കിന് താഴെയുള്ള തലസ്ഥാന നഗരിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിയാത്തത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ ക്ഷീണമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. ഈ സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും ഭരണം പിടിക്കാനാണ് ശ്രമം. ശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. AAP, BJP, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വീറോടെ പ്രചരണം തുടരുകയാണ്. ഇന്ത്യ സഖ്യം എന്ന ലേബലിൽ ഡൽഹിയിൽ BJPക്കെതിരെ ഐക്യനിര ഇല്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഫെബ്രുവരി 5-നാണ് ഡൽഹിയിൽ പോളിംഗ് 8-ന് വോട്ടെണ്ണും.